അതിമനോഹരമായ പശ്ചിമഘട്ട പർവ്വത പ്രദേശങ്ങളും ഹരിതഭംഗിയാർന്ന താഴ്വരകളും വിശാലമായ ബീച്ചുകളുമെല്ലാമായി തികച്ചും ആകർഷണവും വൈവിധ്യപൂർണവുമായ പ്രകൃതി ദൃശ്യങ്ങൾക്ക് പ്രസിദ്ധമാണ് ഇന്ത്യയുടെ കേരളം അടങ്ങുന്ന തെക്കേ ഭാഗം. പച്ചപ്പിനും ഹരിതസ്മൃതിക്കും ജനപ്രിയമായ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകളെക്കുറിച്ച് അറിയാം. ഒന്ന്, മുംബൈ ഗോവ റൂട്ട്. സഹ്യാദ്രിയുടെ കുളിരും അറബിക്കടലിൻ്റെ ഉപ്പും പുളിയും പേറി വരുന്ന കാറ്റേറ്റ് സുന്ദരമായൊരു യാത്രയാണ് മുംബൈയിൽ നിന്ന് ഗോവയിലേക്കുള്ള ട്രെയിൻ യാത്ര. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ യാത്രകളിൽ ഒന്നാണിത്. ഗോവയ്ക്കിടയിൽ കൊങ്കൺ റെയിൽവേ ശൃംഖലയുടെ ഭാഗമായ മണ്ടോവി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യാം. തുരങ്കങ്ങൾ, പാലങ്ങൾ, തീരപ്രദേശങ്ങൾ, എണ്ണമറ്റ ചെറിയ നദികൾ, സീസൺ അരുവികൾ, പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ തുടങ്ങി മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞതാണ് ഈ റൂട്ട്. 2, ഹുബ്ലി മഡ്ഗാവ്. ഇന്ത്യയിലെ ഏറ്റവും ആവേശകരവും ആകർഷണവുമായ ട്രെയിൻ യാത്രകളിൽ ഒന്നാണ് ഹുബ്ലിയിൽ നിന്ന് മഡ്ഗാവിലേക്കുള്ള യാത്ര. 300 മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന അതിമനോഹരമായ ദുധ്സാഗർ വെള്ളച്ചാട്ടത്തിനരികിലൂടെ ട്രെയിൻ കടന്നു പോകുന്നു. ദുധ്സാഗർ വെള്ളച്ചാട്ടത്തിന് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനായ ലോണ്ട ജംഗ്ഷനിൽ ഇറങ്ങിയ ഈ കാഴ്ച കുറച്ചുകൂടി വ്യക്തമായി കാണാനാകും. 3, മത്തേരൻ നെരാൾ. മഹാരാഷ്ട്രയിലെ 2 അടി നാരോ ഗേജ് പൈതൃക തീവണ്ടിപ്പാതയാണ് മത്തേരൻ ഹിൽ റെയിൽവേ. പശ്ചിമഘട്ട വനപ്രദേശങ്ങളിലൂടെ മത്തേരനിൽ നിന്നും നെരാളിലേക്കുള്ള 21 കിലോമീറ്റർ ദൂരം താണ്ടുന്ന ഈ തീവണ്ടി യാത്ര അതുല്യമായ അനുഭവമാണ് നൽകുക. മാത്രമല്ല, യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിലും ഈ റൂട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. 4, കർജത്ത് ലോണാവാല. പശ്ചിമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന മറ്റൊരു പാതയാണ് കർജാത്തിൽ നിന്ന് താക്കുർവാടി, മങ്കി ഹിൽസ്, ഖണ്ടാല എന്നിവയുടെ ലോണാവാലയിലേക്കുള്ള യാത്ര. മഴക്കാലമാണ് ഈ വഴി കൂടുതൽ സുന്ദരമാകുന്നത്. 5, മണ്ഡപം രാമേശ്വരം. തമിഴ്നാട്ടിലെ മണ്ഡപത്തിൽ നിന്ന് പാമ്പൻ ദ്വീപിലെ രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ യാത്ര ത്രില്ലിനും സാഹസികതയ്ക്കും പുറമെ ശാന്തതയും പകരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 2ാമത്തെ പാലമായ പാൽക്ക് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഈ റൂട്ട് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ പാമ്പൻ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഏക പാതയാണ്. 6, മേട്ടുപ്പാളയം ഊട്ടി. മേട്ടുപ്പാളയം, ഊട്ടി എന്നിവയെ ബന്ധിപ്പിക്കുന്ന മലയോര തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. 1908 മുതൽ പ്രവർത്തിക്കുന്ന ഈ റെയിൽ റാക്ക് റെയിൽവേ പാതകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു റെയിൽവേ റൂട്ടാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 330 മീറ്റർ ഉയരത്തിലുള്ള മേട്ടുപ്പാളയത്തിൽ നിന്നും 46 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് ഈ തീവണ്ടി സഞ്ചരിക്കുന്നത്. 4.5 മണിക്കൂർ നീളുന്ന യാത്രയിൽ കല്ലാർ, അഡർലി, ഹിൽഗ്രോവ്, കഡോരി, റെണിമേഡ്, കുനൂർ, ലവ്ഡെയിൽ തുടങ്ങി സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന തീവണ്ടി യാത്ര അവിസ്മരണീയമായ അനുഭവമാണ് നൽകുക. 7, വിശാഖപട്ടണം അരക്കു താഴ്വര. വിശാഖപട്ടണത്തിൽ നിന്ന് അരക്കു താഴ്വരയിലേക്കുള്ള യാത്രയിൽ അസംഖ്യം തുരങ്കങ്ങളിലൂടെയും വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെയും ട്രെയിൻ കടന്നുപോകും. ഛത്തീസ്ഗഡിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് ഇരുമ്പയിരും മറ്റു ധാതുക്കളും എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായി ആരംഭിച്ച ഈ റെയിൽവേ പാതയിലെ പ്രകൃതി ഭംഗിയാർന്ന കാഴ്ചകൾ കണ്ണുകൾക്ക് എപ്പോഴും വിരുന്നാണ്.